ഹലോ, ഇന്നൊരു സ്റ്റഡി വ്ളോഗ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എഫക്റ്റീവായിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സും കൂടെ പറയാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ഇൻ്റേണൽ എക്സാമും അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ളൊരു പ്രിപ്പറേഷനും കൂടിയാണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എൻ്റെ എക്സാമിൻ്റെ ടൈം ടേബിളാണ് ഞാൻ എഴുതിയത്. അതുകൂടാതെ ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ കൂടി ഞാൻ ടു ഡു ചെയ്യാറുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ എക്കണോമിക്സ് ആണ് പഠിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോട്ടൊക്കെ ഞാൻ കുറച്ച് മുന്നേ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എഴുതുന്നതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ഒന്നല്ലായിരുന്നു. അപ്പോൾ ഇത്രയും പേജായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ബാക്കിയും കൂടെ ഇന്ന് ഫുള്ളായിട്ട് എഴുതി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ ആ ഒരു മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ ഇതുപോലെ എഴുതി വെക്കും. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ടോപ്പിക്സ് ഒന്നും മിസ്സാവത്തില്ല. അതുപോലെ തന്നെ ഓരോ എഴുതി കഴിഞ്ഞ ടോപ്പിക്ക് ഇങ്ങനെ ടിക്കിട്ട് പോവുകയും ചെയ്യാം. ഇനി അടുത്ത പണി പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നോട്ട് എഴുതിയെടുക്കുക എന്നാണ്. ഇപ്പോൾ ടാബ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചിട്ടാണ് നോട്ടൊക്കെ എഴുതുന്നത്. ശരിക്കും ഇത് എനിക്ക് മേടിച്ചത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ നോട്ട്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു പേജിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ എഴുതിയെടുത്തിട്ട് പിന്നെ ഇതുപോലെ എഴുതുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ ടോപ്പിക്സ് ഉണ്ടെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ അത് നമ്മൾ പഠിക്കാതിരിക്കുമ്പം കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ യെല്ലോയിഷ് കളറായിട്ട് തോന്നും. അത് ഫോൺ വെക്കണതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഹൈറ്റിൽ വെക്കുക വെച്ചാൽ വൈറ്റ് കളറായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാനിപ്പോൾ എഴുതണതിൻ്റെ ഒരു പൊസിഷനിൽ വെച്ചതുകൊണ്ട് ഒരു യെല്ലോയിഷ് കളർ വരുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം ഞാനൊരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് ഉറങ്ങാൻ. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പഠിക്കാനും ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എഴുതുമ്പോഴേ ഞാൻ വിചാരിച്ചതായിരുന്നു ഈ ഒരു എക്കണോമിക്സ് വേഗം എഴുതി തീർക്കണമെന്ന്. അപ്പോൾ അന്ന് തന്നെ ഇരുന്നിട്ട് ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എഴുതിയൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് ജസ്റ്റ് ഇങ്ങനെ എഴുതിയ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടിക്കും കൂടി ഇട്ട് കൊടുത്താൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടിയാണ്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഇംഗ്ലീഷും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കാനും കുറച്ച് സിമ്പിൾ ചെയ്യുന്നു. പിന്നെ ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ ഇതുപോലത്തെ ഹൈലൈറ്റർ യൂസ് ചെയ്യും. എഴുതുമ്പോഴൊന്നും ഹൈലൈറ്റ് യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് പഠിക്കുമ്പോൾ അതുപോലെയുള്ള ഹൈലൈറ്റൊക്കെ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ അത് മൈൻഡിൽ നിൽക്കും, ആ സെൻറ്റൻസൊക്കെ. പിന്നെ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുകയും ചെയ്തു. കാരണം ഈ പഠിക്കുന്ന ടൈമിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഉറക്കം വരാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഹൈലൈറ്ററോ അല്ലെങ്കിൽ പെന്നോ യൂസ് ചെയ്ത് അണ്ടർലൈനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ മൈൻഡ് ആ ഒരു പഠിത്തത്തിലേക്ക് തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ ചിലതൊക്കെ കാണാപ്പാടം തന്നെ പഠിച്ച് വെക്കുകയാണ് ചെയ്യാറ്. +2 എന്നൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സിമ്പിൾ സെൻറ്റൻസൊക്കെ ഉണ്ടെങ്കിൽ അതും കാണാപ്പാടം പഠിച്ച് വെക്കും. കാരണം ഒരു വട്ടം വായിച്ചാലൊന്നും എൻ്റെ മൈൻഡിൽ അങ്ങനെ നിൽക്കത്തില്ല. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സൊക്കെ നമ്മൾ കാണാപ്പാടം പഠിച്ച് വെച്ചാൽ അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട് പാരഗ്രാഫൊക്കെ എഴുതിയാൽ മതിയാവുമല്ലോ. പിന്നെ എനിക്ക് എപ്പോഴും ടഫുള്ള സബ്ജക്റ്റ് ഇംഗ്ലീഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫസ്റ്റ് പഠിക്കാതിരിക്കുന്നതും ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഒരു വട്ടം വായിക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു വട്ടം വായിച്ചാലൊന്നും എൻ്റെ മൈൻഡിൽ നല്ലപോലെ നിൽക്കത്തില്ല. പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ഒരു 3-4 വട്ടമെങ്കിലും വായിച്ചാലേ എൻ്റെ മൈൻഡിൽ നല്ലപോലെ നിൽക്കുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോഴുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഈ ഇംഗ്ലീഷൊക്കെ എഴുതുമ്പോൾ പ്രത്യേകിച്ച് എസ്സേ ഫസ്റ്റ് തന്നെ ഒരു പാരഗ്രാഫൊക്കെ ആക്കി എഴുതാൻ നോക്കുക. ഫസ്റ്റ് ഇതൊരു പാരഗ്രാഫിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ ബാക്കി അതിൻ്റെ സമ്മറൊക്കെ എഴുതിയാൽ ലാസ്റ്റ് ഒരു കൺക്ലൂഷനും കൂടെ കൊടുത്താൽ 3 എഴുതുമ്പോൾ പാരഗ്രാഫ് ആക്കി തന്നെ എഴുതുമ്പോൾ ടീച്ചേഴ്സിനൊക്കെ കുറച്ചും കൂടെ അട്രാക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഒരുവിധം എല്ലാ ലാംഗ്വേജ് സബ്ജക്റ്റും അങ്ങനെ ചെയ്യാൻ നോക്കുക. കാരണം കൂടുതൽ സ്കോർ ചെയ്യാൻ അതൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഞാൻ കിടക്കുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു സ്റ്റഡി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.